ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഡോക്ടർ അഞ്ജലക്ഷ്മി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഹെയർ കെയറിൻ്റെ ഒരു ട്രെൻഡാണല്ലേ റോസ്മേരി. മുടി വളരാനും മുടിക്ക് തിളക്കം കിട്ടാനുമൊക്കെ റോസ്മേരി ഓയിൽ, റോസ്മേരി വാട്ടർ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഹെയർ ഗ്രോത്തിൻ്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കുമോ റോസ്മേരി? സോ നമുക്കിന്ന് റോസ്മേരിയെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കിയാലോ. അത്യാവശ്യം മെഡിസിനൽ പ്രോപ്പർട്ടീസുള്ളൊരു പ്ലാന്റാണ് റോസ്മേരി. ഒരു ഫുഡായിട്ട് അതിനെ യൂസ് ചെയ്യാറുണ്ട്. ക്രോണിക് ആൻസൈറ്റി, സ്ട്രെസ് ഹോർമോൺസിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന മെഡിസിനൽ പ്രോപ്പർട്ടീസും അതിനുണ്ട്. ഇനി നമുക്ക് ഹെയറിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഹെയർ ഗ്രോത്തിനും അതേ കണക്കിന് മുടി കൊഴിച്ചിൽ കുറയാനുമൊക്കെ എങ്ങനെയാണ് റോസ്മേരി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ റോസ്മേരിക്കുള്ള ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ടാണ് മുടി വളരാനും അതേ കണക്കിന് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സാധിക്കുന്നത്. ഇത് കൂടാതെ താരൻ കുറയ്ക്കാനും അതേപോലെ തന്നെ താരനൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കാൽപ്പിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. കൂടാതെ ഹെയർ ഫോളിക്കിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും, മുടിക്ക് ബലവും കിട്ടും, പിന്നെ സ്പ്ലിറ്റ് എൻഡ്സിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ പ്രോപ്പർട്ടീസ് റോസ്മേരിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മുടി വളരാനായിട്ടും അതേ കണക്കിന് മുടി കൊഴിച്ചിൽ കുറയാനും സഹായിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഡ്രൈ ഫോമിൽ വാങ്ങിക്കാൻ കിട്ടും റോസ്മേരി. അപ്പോൾ കുറച്ച് റോസ്മേരിയുടെ ലീവ്സ് എടുത്തിട്ട് ഒരു 2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. അതൊരു 15 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് തലയോട്ടിയിൽ തേക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ കുളി കഴിയുമ്പോഴേക്കും ആ ലാസ്റ്റ് വെള്ളം ഒഴിക്കൂലേ, അതിന് പകരമായിട്ട് ഈ ഒരു വെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഈ റോസ്മേരി ഇങ്ങനെ തിളപ്പിച്ചിട്ട് വെള്ളമായിട്ട് ഉപയോഗിക്കുന്നതല്ലാതെ റോസ്മേരി ഓയിലും അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ഡ്രൈ സ്കാൽപ്പായിരിക്കും, ചിലപ്പം ഓയിലി സ്കാൽപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ ഓയിൽ ഫോം ആയിരിക്കും കുറച്ചും കൂടെ അബ്സോർപ്ഷന് നല്ലത്. അപ്പോൾ ഇനിയും ഓയിലി സ്കാൽപ്പാണെങ്കിലോ ഇതിൻ്റെ ലിക്വിഡായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന ഈ വെള്ളമായിരിക്കും കുറച്ചും കൂടെ അബ്സോർപ്ഷന് നല്ലത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇനി നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈവൻ ഓയിലാണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ഫോം ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് മുമ്പൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആകണമെന്നില്ല. ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് അത് കുഴപ്പമില്ലെങ്കിൽ പക്ഷേ വേറൊരാൾക്ക് അത് യൂസ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷനോ അതല്ലെങ്കിൽ റെഡ്നെസ്സോ പുകച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യുമ്പം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. ഓവർനൈറ്റൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർനൈറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നീരിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകളേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവർനൈറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രഗ്നൻ്റോ ബ്രസ്റ്റ് ഫീഡിങ്ങോ ഒക്കെ ആണെങ്കിൽ പുതിയൊരു കാര്യം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും സ്കാൽപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ, ഓരോരുത്തരുടെ സ്കിന്നും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും സ്യൂട്ട് ആകണമെന്നില്ല. ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണെന്ന് വിചാരിച്ചിട്ട് 100% ഇത് വർക്ക് ആകുമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് കൂടാതെ ഇത് ഉപയോഗിക്കുമ്പോഴേക്കും ആഴ്ചയിൽ 2 ദിവസം മാത്രം ഉപയോഗിക്കുക. ഇത് മുടി വളരണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പാടില്ല. ആഴ്ചയിൽ 2 ദിവസം മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും റോസ്മേരിയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.